ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം 15, എട്ടാം പദം 35 ശ്രേണിയിലെ 13-ാം പദം എന്താണ്? ശ്രേണിയിലെ 23-ാം പദം എന്താണെന്ന് ചോദ്യം. അപ്പൊ നമുക്കറിയാം, മൂന്നാം പദത്തിൽ നിന്നാണ് എട്ടാം പദത്തിലേക്ക് വർദ്ധിക്കുന്നത്. അപ്പൊ മൂന്നാം പദത്തിൽ നിന്ന് എട്ടാം പദത്തിലേക്ക് നമുക്ക് 5 പൊതുവ്യത്യാസമാണ് ഉണ്ടാവുക, വർധനവ്. മൂന്നാം പദത്തിൽ നിന്ന് എട്ടാം പദത്തിലേക്ക് 5 പൊതുവ്യത്യാസം വർദ്ധിക്കുന്നു. 15-ൽ നിന്ന് 35-ലേക്ക് വർദ്ധിച്ചത് 20. അപ്പൊ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5 × 4 = 20. പൊതുവ്യത്യാസം എത്രയായിരിക്കും? 4 ആയിരിക്കും. 13-ാം പദം എത്ര? അപ്പൊ 13-ാം പദം കണ്ടുപിടിക്കാൻ നമുക്ക് എട്ടാം പദത്തിൽ നിന്ന് കയറുകയാണ് നല്ലത്. അതായത് എട്ടാം പദത്തിൽ നിന്ന് 5 പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. എട്ടാം പദം എന്ന് പറയുന്നത് നമുക്കറിയാം 35. 5 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5 × 4 5 × 4 അപ്പോൾ 35 + 5 × 4 20 55 എന്നുള്ള ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, 23-ാം പദം എത്രയാണ്? 23-ാം പദം കാണാൻ നമുക്ക് നല്ലത് 13-ാം പദത്തിൽ നിന്ന് കയറുകയാണ്. അതായത് 13-ാം പദത്തിൽ നിന്നും 10 സ്റ്റെപ്പ് കയറിയാൽ മതി. 13-ാം പദത്തിൽ നിന്ന് 10 പൊതുവ്യത്യാസം കയറിയാൽ മതി. 10D എന്ന് എഴുതാം. 13-ാം പദം നമുക്ക് കിട്ടിയ എത്രയാണ്? 55. 10 പൊതുവ്യത്യാസം, ഒരു പൊതുവ്യത്യാസം 4. 10 പൊതുവ്യത്യാസം അപ്പൊ എത്രയായിരിക്കും? 40 ആയിരിക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 95 എന്നുള്ള ആൻസർ കിട്ടും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം പറയുന്നത് എന്താ നോക്കാം. അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ, സമാന്തര ശ്രേണിയിലെ 5-ാം പദമാണ് 21, 9-ാം പദം 41. അപ്പൊ 5-ാം പദത്തിൽ നിന്ന് 9-ാം പദത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കി, 5-ാം പദത്തിൽ നിന്ന് 9-ാം പദത്തിലേക്ക് 4 പൊതുവ്യത്യാസമാണ് വർദ്ധിക്കുന്നത്. 5-ൽ നിന്ന് 9-ലേക്ക് 4 പൊതുവ്യത്യാസം. അപ്പൊ വർധനവ് എത്രയാണ്? 21 41-ലേക്കാണ് വർധനവ്. 21 41-ലേക്ക് വർധനവ് പറഞ്ഞ 20. അപ്പൊ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5 കിട്ടും. ഒരു പൊതുവ്യത്യാസം 5. ആദ്യ പദം എത്രയാണ്? 1-ാം പദം എത്രയാണ് ചോദ്യം. 5-ാം പദത്തിൽ നിന്ന് 4 പൊതുവ്യത്യാസം കുറച്ചാൽ മതി. 1-ാം പദത്തിലേക്ക് എത്തേണ്ടത് 5-ാം പദത്തിൽ നിന്ന് 4 പൊതുവ്യത്യാസം കുറയ്ക്കുക. 5-ാം പദം നമുക്ക് കിട്ടിയിട്ടുണ്ട് 21. 4 പൊതുവ്യത്യാസം, ഒരു പൊതുവ്യത്യാസം 5. 4 പൊതുവ്യത്യാസം എത്രയായിരിക്കും? 20 ആയിരിക്കും. ഉത്തരം എത്ര കിട്ടും? 1 കിട്ടും. ശ്രേണിയിലെ 3-ാം പദം എത്രയാണ്? 3-ാം പദം എന്ന് പറയുന്നത് ആദ്യ പദത്തോട് കൂട്ടുക നല്ലത്. ആദ്യ പദത്തോട് എത്ര പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി? ആദ്യ പദം 1, പൊതുവ്യത്യാസം 5. അപ്പൊ നമുക്ക് 2 5 കൂട്ടിയാൽ മതിയല്ലോ. അപ്പൊ ആദ്യ പദം 1. 1 + 2 5 എത്ര കിട്ടും? 10. ഉത്തരം എത്ര കിട്ടും? 11 എന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം പറയുന്നത് ഇതേപോലത്തെ ചോദ്യം തന്നെയാണ്. ഒരു സമാന്തര ശ്രേണിയിലെ 4-ാം പദമാണ് 61, 7-ാം പദം 31. അപ്പൊ 4-ാം പദത്തിൽ നിന്ന് 7-ാം പദത്തിലേക്ക് എത്ര പൊതുവ്യത്യാസം വർദ്ധിക്കുന്നത്? 3 പൊതുവ്യത്യാസം. വർധനവ് അല്ല ഇവിടെ ഉണ്ടാവുന്നത്, കുറവാണ് ഉണ്ടാവുന്നത്. 61 31-ലേക്ക് കുറവാണ് ഉണ്ടാവുന്നത്. 61 31-ലേക്ക് കുറയാണ് 30 കുറയും. അതായത് 30 കുറയാണ്. 3 പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 30 കുറവാണ്. ഇപ്പൊ D എന്ന് പറയുമ്പോൾ ഒരു പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ എത്ര വരും? -10 വരും. 10-ാം പദം എത്രയാണ്? ഇവിടുന്ന് പോവാ നല്ലത്. 10-ാം പദം കണ്ടുപിടിക്കാൻ 7-ാം പദത്തിൽ നിന്ന് കുറഞ്ഞു പോകാനല്ലേ. 7-ാം പദത്തിൽ നിന്ന് വീണ്ടും കുറയുക. 7-ാം പദത്തിൽ നിന്ന് എന്ത് ചെയ്യും? 3 10 കുറയും. 7-ാം പദത്തിൽ നിന്ന് 3 10 കുറയും. അപ്പൊ 7-ാം പദം 31. 3 10 കുറയുകയാണെങ്കിൽ 30 കുറയും. ഉത്തരം എത്ര കിട്ടും? 1 കിട്ടും. ശ്രേണിയിലെ ആദ്യത്തെ പദം എത്രയാണ്? 1-ാം പദം എത്രയാണ് ചോദ്യം. 1-ാം പദം നമ്മൾ 4-ാം പദത്തിൽ നിന്ന് പോരുക നല്ലേ. 4-ാം പദത്തിൽ തിരിച്ചു പോരുക നല്ലേ. 4-ാം പദത്തിൽ നിന്ന് നമുക്ക് 3 10 എന്ത് ചെയ്യണം? കൂടണം. അപ്പൊ 3 10 കൂടുക സമം 4-ാം പദം 61. 3 10 കൂടുക അറിയുമ്പോൾ എന്ത് കിട്ടും? 61 + 30 90 എന്നുള്ള ആൻസർ കിട്ടും. 61 + 30
91 90 91 എന്നുള്ള ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം പറയുന്നത് ഇതേപോലെ തന്നെയാണ്. സമാന്തര ശ്രേണിയിലെ 5-ാം പദം 10 ആണ്. 5-ാം പദം 10 ആണ്. 10-ാം പദം എത്രയാണ്? 5 ആണ്. ഇത് നിങ്ങൾ തിരിച്ചു വരുന്ന സമാന്തര ശ്രേണിന്റെ എല്ലാം പൊതു വ്യത്യാസം ഒന്നായിരിക്കും. നിങ്ങൾ കുറെ പ്രോബ്ലത്തിൽ കണ്ടതാണ്, വേണമെങ്കിൽ ചെയ്തു നോക്കാം. 5-ാം പദം 10, 10-ാം പദം 5. അപ്പൊ നമുക്ക് 5-ാം പദത്തിൽ നിന്ന് 10-ാം പദത്തിലേക്ക് മാറ്റം 5 പൊതുവ്യത്യാസമാണ്. 5 പൊതുവ്യത്യാസത്തിന് കുറവാണ് സംഭവിക്കുന്നത്. 5 കുറയുന്നു. അപ്പൊ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ സമാന്തര ശ്രേണി ഇങ്ങനെ തിരിച്ചു വരുന്നേ 5-ാം പദം 10, 10-ാം പദം 5 എന്ന് പറയുന്ന എല്ലാ സമാന്തര ശ്രേണിയും. ഇപ്പൊ 7-ാം പദം 8, 8-ാം പദം 7, 22-ാം പദം 30, 30-ാം പദം 20 എന്ന് പറയുന്ന എല്ലാ സമാന്തര ശ്രേണികളുടെയും പൊതുവ്യത്യാസത്തിലായിരിക്കും. പൊതുവ്യത്യാസം -1 ആയിരിക്കും. 15-ാം പദം കാണണം. ഇപ്പൊ x15 10-ാം ഭാഗത്തുനിന്ന് കുറയ്ക്കുക നല്ലത്, 10-ാം ഭാഗത്തുനിന്ന് പോവുക നല്ലത്. എത്ര പൊതു എന്ന് കുറയ്ക്കണം? 5 1 കുറയ്ക്കണം. അപ്പൊ x10 എന്നുള്ളത് 5 ആണ്. x10 5 ആണ്. 5 1 കുറയ്ക്കുമ്പോൾ 5 കുറയ്ക്കണം, 0 വരും. 25-ാം പദം എത്രയാണ്? 25. 25 നമുക്ക് 15 പോകുന്നല്ലേ, 15 പോകുന്നല്ലേ. അപ്പൊ x15 x15 10 1 കുറയ്ക്കണം. വ്യത്യാസം 10 അല്ലേ. x15 പറഞ്ഞാൽ 0 ആണ്. 0 മൈനസ് എന്ത് കിട്ടും? 10 കിട്ടും. ഉത്തരം എത്ര കിട്ടും? ഉത്തരം -10 എന്നുള്ള ആൻസർ കിട്ടും.